ബാക്കിൽ നിന്ന് തള്ളിയാലേ നമ്മൾ ഇതിലേക്ക് പോകൂ. എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീട്ടിൽ ഇത് ഏറ്റെടുക്കുന്ന ആള് ഒന്നെങ്കിൽ ഞാനായിരിക്കാം, അല്ലെ എൻ്റെ വൈഫായിരിക്കാം, അല്ലെ നമ്മൾ ഇതിലിരിക്കുന്ന ആളുകളായിരിക്കാം, നമ്മളെ വേറെയും വീട്ടിൽ ആളുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ബിസിനസ് നിങ്ങൾക്ക് സീരിയസ് ആയി ചെയ്യണമെങ്കിൽ, ഒരു വീട്ടിൽ ഭാര്യയാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ, നിങ്ങൾ ഭാര്യയാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഭർത്താവിന് ഇത് കേൾപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇത് വിജയിക്കാൻ പറ്റൂല. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം. സത്യത്തിൽ 2015 ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയിൽ വന്നതെങ്കിലും, ഞാൻ ഈ ബിസിനസ്സിൽ ഞാൻ ഇന്ന് സീരിയസ് ആവാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണ്. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് അവളാണ്. നിങ്ങൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ബിസിനസ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പ്. എന്ത് എതിർപ്പാന്ന് പറഞ്ഞാൽ, എൻ്റെ കടബാധ്യത, നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിനുശേഷം ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിന് ചെയ്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും തുടങ്ങി. ഇതാണ് എനിക്ക് ഉണ്ടാക്കി തന്ന വിജയം. ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിൽ സത്യം പറയുകയാണെങ്കിൽ, മാർക്കറ്റിങ്ങിൽ ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, സാധനം വിൽക്കുന്നതിൽ അഗ്രഗണ്യനാണ് ഞാൻ. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ, നിങ്ങൾ എന്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയാലും ഞാൻ വിൽക്കും. മാർക്കറ്റിങ്ങിൽ ഞാൻ അഗ്രഗണ്യൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അത്രയും മാർക്കറ്റിങ്ങിൽ അഗ്രഗണ്യനായ എനിക്ക് ട്രഡീഷണൽ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് എന്ന കമ്പനി തുടങ്ങുമ്പം ആദ്യം ഞാൻ തുടങ്ങിയത് തൊഴിലൊക്കെ ആയിരുന്നു. തൊഴിൽ തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജോലിക്ക് പോയാൽ രക്ഷപ്പെടൂല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ മനസ്സിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവണം. ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ SSLC സ്കൂൾ കഴിഞ്ഞ സമയത്ത്, പാസ്സായ സമയത്ത്, ഏകദേശം 1997 ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ബിസിനസ്സുകാരനാണെന്ന് ഒരു ആവേശം ഉണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അല്ല, നമ്മൾ ഡെസ്ക്ടോപ്പാണ്. ഒരു വലിയ മോണിറ്റർ, ബാക്കോട്ടുള്ള ഒരു CPU, അങ്ങനെ കീബോർഡൊക്കെ ഉള്ള സാധനം. അതെൻ്റെ ഡ്രീമായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ച സമയത്ത് പിന്നെ എനിക്ക് തോന്നിയത്, ഞാൻ ഒരു ബിസിനസ്സുകാരനാവണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ എന്നെ ബിസിനസ്സുകാരനാക്കാൻ പറ്റിയില്ല. ഞാൻ തൊഴിലിന് പോയി. എനിക്ക് അന്നന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തൊഴിൽ, രാവിലെ പോകും, വൈകുന്നേരം വരും. ഒരു 500 രൂപ എനിക്ക് കിട്ടുന്ന സമയത്ത് 500 രൂപ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചത്, എനിക്കിതിൽ വിജയിക്കണമെങ്കിൽ ഞാനൊരു ബിസിനസ്സുകാരനാവണം, ഒരുപാട് പണം മുടക്കണം. അങ്ങനെ ഞാൻ ആദ്യം തുടങ്ങിയ കച്ചവടം മരക്കച്ചവടം മോശമുള്ള കച്ചവടം ഒന്നുമല്ല, നല്ല പരിപാടിയാണ്. എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ മരക്കച്ചവടം തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായ ഐഡിയ, മരക്കച്ചവടം വലിയ സെയിൽസ് ആയിട്ട് വരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, മരക്കച്ചവടം സാമ്യമുള്ള അടുത്ത ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അത് ഫർണിച്ചറാണ്. ഈ മരമൊക്കെ മുറിച്ചിട്ട് എന്തെങ്കിലും തടികളൊക്കെ ആക്കിയിട്ട് ചെയറോ ടേബിളോ ബെഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മാറ്റാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ തുടങ്ങി. അതും ഒരു സൈഡിൽ മെല്ലെ അത് മാറിയ സമയത്ത് അത് വേറൊരാൾക്ക് കൊടുത്തു. ആ സമയത്തൊക്കെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്. എനിക്ക് വരുമാനം കുറവാണ്, അത് പോരാ, എനിക്ക് വലിയ വരുമാനം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ്. അതിനുശേഷം ഞാൻ തുടങ്ങിയ ബിസിനസ് എന്ന് പറഞ്ഞത്, ഞാൻ ഒരു വർക്ക്ഷോപ്പാണ് തുടങ്ങിയത്. എനിക്കതൊന്നും വശല്ല. വർക്ക്ഷോപ്പ് എങ്ങനെയാ നടത്തുക? ഞാനല്ല, ഒരു ബംഗാളിനെ വിളിച്ചു, ഓന് പിന്നെ വർക്ക്ഷോപ്പിൽ ജോലിക്കാരനായി. ഓനെ വെച്ച് നടത്തി വണ്ടി കുറേ വന്നപ്പോൾ നല്ല കച്ചവടമായി. ഓന് നാട്ടിൽ പോയി, കുറേ വണ്ടികൾ എൻ്റെ മൂലക്കായി. പിന്നെ ആളുകൾ എന്നെ തെറി പറയൽ തുടങ്ങി, ഓല എടുത്തു കൊണ്ടുപോയി. അങ്ങനെ വർക്ക്ഷോപ്പ് പൂട്ടി. നമ്മൾ അറിയാത്ത മേഖലയിൽ വരെ അങ്ങനെ ഓരോരോ ബിസിനസ് പാടാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചൈനയിൽ പോയിട്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മനസ്സിൽ നമ്മുടെ നാട്ടിൽ വേണ്ട കുറേ സാധനങ്ങളാണ് ഇറക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ബക്കറ്റാണ് ഞാൻ കൊണ്ടുവന്നത്.
എനിക്ക് തോന്നുന്നു ബെല്ലിസാറിന്റെ ഒക്കെ ഞാൻ എൻ്റെ തുടക്ക സമയത്ത് നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകൾക്കും ബക്കറ്റ് ഇത് എന്തെങ്കിലുമൊക്കെ ഒഴിവാണ് ഫോൾഡ് ചെയ്യുന്ന ബക്കറ്റ് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ എവിടെ വെക്കാൻ പറ്റും, പിന്നെ നമ്മുടെ ഡിക്കിയിലൊക്കെ വെക്കാൻ പറ്റും, ചെറിയ സ്പേസ് മതി, അതിങ്ങനെ വെച്ച് നൂർത്തി വെള്ളം ഒക്കെ മുക്കാൻ പറ്റിയൊരു രീതിയിലുള്ള ഒരു ബക്കറ്റ്. ഞാനിങ്ങനെ വിചാരിക്കാം, ഇത് ആർക്കും ഇല്ലല്ലോ, ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് സ്പ്രെഡാക്കി വെക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ വെക്കാൻ പറ്റിയില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ ബ്രാൻഡ് ഷോപ്പൊക്കെ പൂട്ടുന്നിടത്ത് പോയിട്ട് ഷർട്ട് ബൾക്കായിട്ട് എടുക്കും. 50 ഉറുപ്പ്യക്കൊക്കെ ഷർട്ട് എടുക്കും. എന്നിട്ട് റോഡ് സൈഡിൽ കൊണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ അത് 100 രൂപക്ക് 150 രൂപക്കൊക്കെ വിൽക്കും. അത് കഴിഞ്ഞിട്ട് നല്ല കച്ചവടം തോന്നിയിട്ട് ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. പപ്സ് ലൈനിൽ കൊടുക്കാൻ തോന്നി. നല്ല കച്ചവടമാണ്. രാവിലെ ഒരു പപ്സിന്റെ മോള് 1 ഉറുപ്പ്യ കിട്ടും, 1000 പപ്സ് വെക്കും. രാവിലെ 7 മണി മുതൽ ഒരു 9 മണിയാകുമ്പോൾ 1000 ഉറുപ്പ്യ ഉണ്ടാക്കും. പക്ഷെ പപ്സ് നല്ല ബിസിനസ്സാ. പക്ഷെ എന്ത് ചെയ്തു, ഉള്ളിക്ക് വില കൂടിയ സമയത്ത് ഈ പപ്സ് ഉണ്ടാക്കുന്ന പോലെ ഉള്ളിക്ക് പകരം കേബേജ് കയറ്റി വെച്ചു. അങ്ങനെ കൊണ്ട കൊടുത്ത ഷോപ്പുകാരൊക്കെ കുറെ കഴിയുമ്പോൾ അതിനൊരു സ്മെല്ല് വന്നപ്പോൾ അങ്ങനെ ഒരു ദിവസം 100 പപ്സ് നഷ്ടപ്പെട്ടു. അങ്ങനെ പപ്സും നിർത്തി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി നന്നായിട്ട് മിൽമാണെന്ന് തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മിൽമയുടെ ഹോൾസെയിൽ ഡീലർ പക്ഷെ കുറെ പാല് ലൈനിൽ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം 4000 പാക്കറ്റ് പാല് കേടുവന്നു. അങ്ങനെ അതും നിർത്തി. അതിനുശേഷം എനിക്ക് തോന്നി ഇതിലൊക്കെ നല്ല കച്ചവടം മീൻ കച്ചവടം തോന്നി. അപ്പൊ മീൻ കച്ചവടത്തിന് ഞാൻ പോയി. മീൻ കച്ചവടം നല്ല കച്ചവടമാണ്. ഞാൻ ഒറ്റക്കാണ്. രാവിലെ 4 മണിക്ക് മാർക്കറ്റ് പോകണം, എടുത്ത് വയനാട്ട് പോകണം, തിരിച്ചെന്റെ വീട്ടിലേക്ക് എത്തൽ 12 മണിക്കാണ്. ആ സമയം എനിക്ക് തോന്നി ഇതുമല്ല, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്താൽ എവിടെയും രക്ഷപ്പെടൂല. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പല ആളുകളും ഈ ബിസിനസ് ചെയ്യാത്തതിന്റെ പ്രശ്നം എന്താണെന്നോ? എന്റെയും ഈ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഇതിലൊന്നും ഞാൻ രക്ഷപ്പെടൂല. ഇങ്ങനെ ഒരുപാട് ബിസിനസ് ചെയ്ത കുറെ ആളുകൾ ഇതിലുണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യാൻ നമുക്ക് പറ്റിയ ബിസിനസ്, ദൈവം എനിക്ക് പറ്റിയ ബിസിനസ് തന്നിട്ടില്ല. എനിക്ക് മനസ്സിലായി. വെള്ളി സാർ ഈ ഒരു അവസരം എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തിട്ടില്ല. ഇങ്ങനത്തെ പല സാധനങ്ങൾ വന്നാൽ ഇങ്ങനെ ഞാൻ എത്രയോ ആളുകൾ ഇതൊന്നും വിജയിക്കുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കിയ ആളാ വെള്ളി സാറേ. ഞാനേ വളഞ്ഞ് തുളഞ്ഞോനാ. ബിസിനസ് എവിടെ ഉണ്ട്, എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഒരു മണ്ണുകൊണ്ട് ഉരുട്ടിട്ടുണ്ടാക്കി ടൈമിൽ പെയിന്റ് അടിച്ചു തന്നാൽ അത് ഞാൻ വിറ്റ് പൈസ ആക്കി തരും. മാർക്കറ്റിംഗ് അഗ്രഹണ്യനാ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറയാം, എനിക്ക് ഇത്രയും ട്രഡീഷണൽ മാർക്കറ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആള് മൈ ലൈഫിൽ എനിക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റി? അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത് കേട്ട സമയത്ത്, ഈ ആശയം കേട്ട സമയത്ത് ഞാൻ മിൽമയിൽ ഹോൾസെയിൽ ഡീലർഷിപ്പ് ഉണ്ട്. ഏകദേശം 10 ലക്ഷം മുടക്കിയിട്ടാണ് തുടങ്ങിയത്. ഒരു ഗുഡ്സ് ഉണ്ട്. ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇത് കേട്ടത്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബിസിനസ്സിന് മനസ്സിൽ ഏറ്റെടുക്കാതെ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി 10 ലക്ഷം മുടക്കിയിട്ടും കാര്യമില്ല. 10 ലക്ഷം മുടക്കിയിട്ടും കാര്യമില്ല, വിജയിക്കാൻ പറ്റൂല. ഇതല്ല ബിസിനസ്. വരാൻ പോണ ബിസിനസ് ഇതല്ല. ഇനി കാലഘട്ടത്തിന്റെ ബിസിനസ് ഇതല്ല. ഞാൻ തുടങ്ങേണ്ട ബിസിനസ് ഒരു 25 വർഷം 30 വർഷം മുമ്പ് തുടങ്ങിയില്ലെങ്കിലേ ഞാൻ വിജയിക്കൂ എന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ ഈ ആശയം, പിന്നെ എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, ദൈവമേ, ഞാൻ പഠിക്കാണ്ടായതാണോ എൻ്റെ പ്രശ്നം? എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഒരു ജോലി കിട്ടുമായിരുന്നു ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. പക്ഷേ സത്യത്തില് പിന്നെ ഞാൻ പഠിക്കാൻ പോവാതിരുന്നു. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുള്ളത് മറ്റേ നമ്മുടെ എന്താ പറയാ ദേവഗിരി കോളേജിൽ നിന്നാ. അന്ന് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് മാത്രമേ പോയുള്ളൂ. അത് കഴിഞ്ഞാൽ പോയില്ല. പോവാത്ത എന്തുകൊണ്ട്, ബിസിനസ് തലേ കയറി, അതാ പ്രശ്നം. ഞാനൊരു കാര്യം അവിടെ ഞാൻ കണ്ടൊരു കാര്യം, അപ്പൊ എനിക്ക് അവസാനം തോന്നിയ ഒരു തെറ്റിദ്ധാരണ എന്താണോ, ജോലി ചെയ്താലും രക്ഷപ്പെടൂല, ബിസിനസ് ചെയ്താലും രക്ഷപ്പെടൂല. പിന്നെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പോവായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ തുടക്ക സമയത്ത് ഞാൻ എൻ്റെ ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്തിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഒരു ബേക്കറി ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാ വിശേഷം? പിന്നെ എന്ത് മോനെ വിശേഷം ഞാൻ ചോദിക്കാൻ കാരണം, ഞാനിത് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട കൃത്യമായ ഒരു ബിസിനസ്സിൽ നമ്മൾ എത്താത്തതാണ് നമ്മളെ പ്രശ്നം എന്ന് ആയതുകൊണ്ട് തന്നെ ഞാൻ ആളോട് ചോദിച്ചു, എന്താ നിങ്ങളെ പരിപാടി? ഞാൻ ക്യാഷിൽ ഒരാളെ കണ്ടു. ക്യാഷിൽ ആരെ കാണും? ഞാൻ ചോദിച്ചു, മോൻ ഏതാന്ന് ചോദിച്ചത്. അതെന്റെ മോനെ. ഞാൻ ചോദിച്ചു, ആളെന്താ? ആള് മലേഷ്യയിൽ പോയിട്ട് MBA കഴിഞ്ഞതാ. എൻ്റെ ജീവിതത്തിലുണ്ടായ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, MBA കഴിഞ്ഞതാ. ഞാൻ ചോദിച്ചു, MBA കഴിഞ്ഞിട്ട് ജോലിയൊന്നും ശരിയായില്ല, ഓനിപ്പോ ഇവിടെ നിർത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ കൊടുക്കുക? ഞാനൊരു 450 രൂപ വൈകുന്നേരം ഞാൻ ഓന് കൊടുക്കും. അല്ലേ? ഞാൻ ചോദിച്ചു, MBA കഴിഞ്ഞ മോനെ MBA കഴിഞ്ഞതാ.
ഞാൻ ചോദിച്ചു ഏകദേശം MBA മലേഷ്യയിലൊക്കെ പോയി പഠിക്കാൻ. മലേഷ്യയിൽ പോയി പഠിക്കാൻ ഏകദേശം ഒരു 10-16 ലക്ഷം റുപ്യ 20 ലക്ഷം റുപ്യ ആയിരിക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടി കൂട്ടുകയാണ് ഒരു 10-50 ലക്ഷം റുപ്യ ആയിട്ടുണ്ട്. പക്ഷെ ഓനിപ്പം എൻ്റെ പീടികയിൽ ക്യാഷിലാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാഷ് മോനാണല്ലോ നടത്തുന്നതെന്ന് വെച്ചാൽ അതല്ല മോനെ പ്രശ്നം. ഓന് ഞാൻ 450 കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ പിന്നെ ബേക്കറിയിൽ അടുക്കളയിൽ ഒരു ബംഗാളി ഉണ്ട്, ഓന് ഞാൻ 1000 റുപ്യ കൊടുക്കുന്നത്. ഓന് സ്കൂളും കൂടി കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി പഠിച്ചിട്ടും കാര്യമാണ് ഇത്. ഈ ബംഗാളി ഓന് 1000 റുപ്യ കൂലി ഉണ്ടോലെ, ഓന് സ്കൂൾ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലോലെ, ഓന് 1000 റുപ്യ കൂലി ഉണ്ട്. ഇവിടെ MBA കഴിഞ്ഞ് പിന്നെ 10-50 ലക്ഷം മുടക്കിയിട്ട് ഓന് 450 രൂപ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല എന്നുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് മനസ്സിലായി ഞാൻ ഈ ബിസിനസ്സിൽ മുടക്കിയത് 10 ലക്ഷം രൂപ. പല ആളുകൾ വന്നത് 3 ഐഡിയ എടുത്ത് 5000 എടുത്തു, 5000 എടുത്തു, 5000 എടുത്തു. അല്ല, ഞാൻ മുടക്കിയത് 10 ലക്ഷം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മിൽമയുടെ ഷോപ്പ്, ഒരു ഗുഡ്സ്, ഇത് രണ്ടും നഷ്ടത്തിന് വിറ്റു. ഈ ബിസിനസ് എനിക്ക് മനസ്സിലായ അന്ന് ഞാൻ വളരെ സീരിയസ് ആണ്. അതാണ് എന്നെ വിജയിപ്പിക്കാൻ കാരണം. ഞാൻ മുടക്കിയത് 10 ലക്ഷമാണ്. ഇവിടെ നമ്മൾ മുടക്കിയത് എന്താണോ, നമ്മൾ 5000 മുടക്കിയിട്ടേ ഉള്ളൂ. 5000 മുടക്കിയതിനുള്ള പ്രശ്നം എന്താണോ, 5000 അല്ലേ, അത് നമ്മളെ കട്ടിലോട്ട് കിടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല, എപ്പെങ്കിലും പല്ല് തേക്കുക, കുളിക്കുക, അതെന്നെ പ്രശ്നം. ഇതാ നമ്മളെ പ്രശ്നം. അല്ലെ 15,000 റുപ്യന്റെ പ്രൊഡക്റ്റ് നമ്മൾ മുടക്കിയിട്ടുണ്ട്, അത് നമ്മൾ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല, അത് നമ്മളെ കട്ടിന്റെ ഒട്ടിച്ചാണ്, അത് എപ്പെങ്കിലും ഒക്കെ എടുത്ത് തേക്കാം, കവചപ്രാശം നമുക്ക് കർക്കിടത്തിൽ ഒന്ന് തിന്നാം, പേസ്റ്റ് നമുക്ക് 6 മാസം ഉപയോഗിക്കാം, സോപ്പ് നമുക്ക് തേച്ച് തീർക്കാം. ഇതാ പ്രശ്നം. നിങ്ങൾ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല. മുബീൻ മുഹമ്മദ് സാർ ഒരു ദിവസം എന്നോട് നമ്മളെ ടീമിനോട് പറഞ്ഞിട്ട്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയിൽ നിങ്ങൾ 5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ, 5 ലക്ഷം മുടക്കിയിട്ടാണ് മൈ ലൈഫ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് മീറ്റിൽ വരും, വീഡിയോയിൽ വരും, രാവിലെ ഫീൽഡിൽ ഇറങ്ങും, GTSന് പോവും, FSSന് പോവും, 1 ഡേക്ക് പോകും. ഇതെന്താ പ്രശ്നമോ? നമ്മളൊന്നും മുടക്കിയില്ല, അതാ പ്രശ്നം. 5 ലക്ഷം മുടക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടരുത്? പ്രൊഡക്റ്റ് ഒന്നും കിട്ടരുത്. മൈ ലൈഫിൽ പ്രവർത്തിക്കാൻ 5 ലക്ഷം നിങ്ങൾ ഐഡിയ അടിക്കാൻ മാത്രം വേണം. ഉൽപ്പന്നങ്ങൾ മുടക്കാൻ പിന്നെയും പൈസ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യാത്തതെന്നോ, ആരോ പറഞ്ഞപ്പോൾ 5000 റുപ്യന്റെ പ്രൊഡക്റ്റ് എടുത്ത് ഇങ്ങനെ മോർണിംഗ് മീറ്റ് കയറും, കുറെ റിവ്യൂ പറയും, പിന്നെയും കിടന്നുറങ്ങും. രാവിലെ നിങ്ങൾ കേട്ട ഈ ഒരു അവസരം, ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ബിസിനസ് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇറങ്ങി പ്രവർത്തിച്ചോളണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ദൈവം നിങ്ങളെ സെലക്ട് ചെയ്ത നമ്മളെ കുടുംബത്തിനോ ആർക്കോ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ നിങ്ങളെ മുമ്പിൽ പറയാൻ പോണ ഒരു കാര്യം, പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആയ ആളുകൾ ചെയ്യേണ്ട പണി, അതുപോലെ തന്നെ ലീഡർമാരായ ആളുകൾ ചെയ്യേണ്ട പണി, നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറിയ രൂപത്തിൽ വേഗം തീരും. നമുക്ക് കുറേ സമയമൊന്നും ഇല്ലല്ലോ, 6:28 ഒരു അരമണിക്കൂറോട് ഞാൻ നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പുതിയ ആളുകൾ ഇതിലുണ്ട്, ഒന്ന് ആൻഡ്രൈസ് ചെയ്താൽ സന്തോഷം. പുതിയ മീറ്റിങ്ങിൽ വന്നിട്ട് 1 മാസമായി, അല്ലെ ഒരാഴ്ചയായി, അല്ലെങ്കിൽ 10 ദിവസമായി, അല്ലെ 2 മാസമായി, വെറുതെ ആൻഡ്രൈസ് ചെയ്തോ, അല്ലെങ്കിൽ തമ്പടിച്ചോ, നിങ്ങളോട് ചോദ്യം ചോദിക്കൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട പണി എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരാണോ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പ്രധാനമായിട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം കുറച്ച് ഉൽപ്പന്നങ്ങൾ വേണം. ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലുണ്ടല്ലോ, ആ ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കയ്യിൽ വാങ്ങി വെക്കണം. ഉൽപ്പന്നങ്ങൾ ആരെ കൂട്ടിയിട്ട്, നമ്മളെ കൂട്ടുകാരൻ, നമ്മൾ ആരെയാണോ ബിസിനസ്സിൽ പരിചയപ്പെടുത്തി അവരെ കയ്യിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റും നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റും കൂടെ ചേർത്ത് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് നിങ്ങളെ കഴിവിന്റെ പരമാവധി, എത്ര എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ പറ്റുമോ. മൈ ലൈഫിൽ ഒരു ഐഡിയ അടിക്കാൻ, ഒരു ഐഡിയ ആക്റ്റീവ് ആവാൻ മിനിമം 5000 രൂപേന്റെ ഉൽപ്പന്നം വേണം. അങ്ങനെ നമുക്ക് മൈ ലൈഫിൽ ഐഡിയ അടിക്കാൻ 3 ഐഡിയ അടിക്കാൻ പറ്റുമല്ലോ. 3 ഐഡിയ അടിക്കണമെങ്കിൽ ഏകദേശം ഒരു 15000 രൂപേന്റെ പ്രൊഡക്റ്റ് മിനിമെങ്കിലും വേണം. എന്നിട്ട് ആ ഉൽപ്പന്നങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളെ കൊണ്ടുവന്ന ലീഡറെ ആദ്യം ചെയ്യേണ്ട ലീഡറെ വിളിച്ചിട്ട് നമ്മൾ ഈ കുറേ ചുവന്ന കുപ്പിയാണ്ടാകാം. ഇത് നമ്മൾ ആദ്യം ഈ മൈ ലൈഫിൽ എങ്ങനെ ആള് വരിക, ആദ്യം വരും, ആദ്യം വന്ന് നമ്മൾ GTS കേൾക്കും, GTS കേട്ട് നമ്മളെ വീട്ടിൽ വന്ന് ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട പണി, നിങ്ങൾ പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി, ഈ ചുവന്ന കുപ്പികളൊക്കെ എടുത്തൊന്ന് നോക്കുക, ബ്ലഡ് പ്യൂരിഫയർ.
കഫ്നിൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഏത് സാധാരണക്കാരനും വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. ബിസിനസ് അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മളെ കമ്പനി ഉണ്ടാക്കി വെച്ചത്. ഏത് അത് നോക്കുമ്പോൾ ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബ്ലഡ് ശുദ്ധിയാക്കുക. അത് മനസ്സിലായല്ലോ? ഓക്കെ, ബ്ലഡ് ശുദ്ധിയാക്കുക. അത് കഴിഞ്ഞിട്ട് കഫ് നിൽ, അത് കഫ് എന്ന് പറഞ്ഞാൽ ചുമയാണ്, നീൽ എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ ചുമയില്ല, അപ്പൊ ചുമക്കുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് നോ വേദന. അപ്പൊ പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ ഇല്ല, വേദന ഇല്ല, അപ്പൊ വേദനക്കുള്ളതാണ്. അപ്പൊ നോ വേദന ബോട്ടിലിന്റെ മുകളിലുണ്ടെങ്കിൽ അത് കുലുക്കി നോക്കുക, അത് ഗുളികാണ്. അപ്പോൾ അത് ഉള്ളിൽ കഴിക്കേണ്ട. നോ വേദന എന്നാൽ വേദന മുട്ട് വേദന, പുറം വേദന ഒക്കെ ഉള്ളത് നോ വേദന. അത് കഴിച്ച് നോ വേദന ജെല്ല്. അപ്പോൾ നോ വേദനയുള്ള ഭാഗത്ത് തേക്കാനുള്ള ജെല്ല്. സിമ്പിൾ. വൂണ്ട് ഹീലിംഗ് ക്രീം. നമ്മളെ ആ വൂണ്ട് പാദത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊള്ളലും പുറ്റിയും ഉണ്ടെങ്കിൽ അതിന് തേക്കുക. എല്ലാ പ്രൊഡക്റ്റും. 5 സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ്, പിരിമുറുക്കം, ടെൻഷൻ, അതിനുള്ള സാധനം. വെൽ ഹാർട്ട്, അപ്പോൾ നല്ല ഹൃദയം. ഇതൊക്കെ ഓരോ പേരിന്റെ മോഡൽ. ഏതൊരു പുതിയ ആളുകളോടും പറയാൻ, നിങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ അത് സിമ്പിൾ. എല്ലാ പ്രൊഡക്റ്റിനും സിമ്പിളാ. ഏത് പ്രൊഡക്റ്റ് നോക്കാൻ ആന്റി അലർജി, അലർജിക്ക് ആന്റി ആയി പ്രവർത്തിക്കും. അപ്പൊ അലർജി ഉണ്ടെങ്കിൽ അത് കഴിക്കാം. കവചം എന്ന് വെച്ചാൽ പരിച, നമ്മുടെ ശരീരത്തിന് ഒരു കവചം. ഇങ്ങനെ എല്ലാ പ്രൊഡക്റ്റിന്റെ മേലെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് കമ്പനി നമ്മളെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഏതൊരു സാധാരണക്കാരനും വിൽക്കാൻ പറ്റുന്ന രീതി. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ ലീഡറെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആദ്യം ഉപയോഗിക്കുക. വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. നിങ്ങൾ ആദ്യം ഒരിക്കലും ഈ ബിസിനസ് വിൽക്കാൻ തീരുമാനിക്കരുത്. പല ആളുകളും ഈ ബിസിനസ് ഉൽപ്പന്നം എടുക്കുന്നതിന്റെ മുമ്പ് സ്റ്റാറ്റസ് വെക്കുന്നത് കാണാം. ഒരിക്കലും നിങ്ങൾ ഈ പണി ചെയ്യരുത്. നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല എന്ന്. ഉൽപ്പന്നം എടുക്കാതെ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചാലുള്ള പ്രശ്നം, നമ്മുടെ ലീഡർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മൈ ലൈഫിൽ വന്ന് പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് തന്നെ കുറേ പ്രൊഡക്റ്റ് അങ്ങ് അയച്ചു കൊടുക്കും. ഈ സ്റ്റാറ്റസ് വെച്ച് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പല വിളവന്മാരുണ്ട്. ഈ ഒരു 2 പ്രൊഡക്റ്റ് കൊണ്ട് എന്തിനാന്നോ, ഞാൻ 4 ആളോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഓൻ കൂടെങ്കിലേ ഇവൻ കൂടൂ, ഓനോട് ചോദിച്ചു നോക്കട്ടെ, ഓൻ പറ്റുമെങ്കിൽ 2 ആൾ പറയും ഇനി കുടുങ്ങിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അതുകൊണ്ട് ആദ്യം സ്റ്റാറ്റസ് വെക്കുക. ആദ്യം മൈ ലൈഫിൽ ഐഡിയ അടുപ്പിക്കുക. ഐഡിയ അടുപ്പിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുക്കണം. കുറച്ച് നമുക്ക് ഉപയോഗിക്കാനും നമ്മളെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങൾക്കും പല്ല് തേക്കാനും കുളിക്കാനും നിലം തുടക്കാനും ടോയ്ലറ്റ് കാണാൻ അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട്, എന്നിട്ട് ആദ്യം ചെയ്യേണ്ട പണി നമ്മളെ വീട്ടിലുള്ള ആളുകൾ ഇത് കേൾപ്പിക്കലാണ്. വളരെ പ്രധാനപ്പെട്ട പണി നമ്മളെ വീട്ടിലുള്ള ആളുകളെ കേൾപ്പിക്കുക. നിങ്ങൾ ലീഡർ ആവണേ ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ കുറെ സാധനം എടുത്ത് നമ്മളെ കട്ടിനോട്ടിൽ വെക്കുക, നമ്മളെ കാറിൽ വെക്കുക, വീട്ടുകാരോട് പറയും, എന്താ പറയും, എന്തോ ഒരു പരിപാടി, എന്തോ ഒരു കളിയാ. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇത് പല ആളുകളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പണി, നിങ്ങളെ വീട്ടിലേക്ക് സാധനം എങ്ങനെ ചെയ്യേണ്ടത്, ഈ ഉൽപ്പന്നങ്ങൾ, ഈ ഒരു ലീഡർ ചെയ്യേണ്ട പണി എന്താന്ന് പറഞ്ഞാൽ, ആ ഡിസ്ട്രിബ്യൂട്ടർ കൈ പിടിച്ചിട്ട് നിങ്ങളെ സ്റ്റോറിൽ കൊണ്ടുപോവാ. ഐഡി അടിക്കലാരാ? ഐഡി നിങ്ങൾ അടിക്കണ്ട. നമുക്ക് ഒരാളെ കോൺഫിഡൻറ്റിൽ ഇത് കയറ്റണമെങ്കിൽ, സാറേ മൊബൈൽ എടുക്ക്, മൊബൈൽ MI ലൈഫ് സ്റ്റൈലിന്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കയറിയാൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. എന്നിട്ട് അത് അടിച്ചിട്ട് അതിൽ നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അടുപ്പിക്കാം. എന്നാലും അവർക്ക് കോൺഫിഡൻറ്റ് കിട്ടും. അവരെ കൊണ്ട് എന്ത് ചെയ്യാം, ഐഡി അടുപ്പിക്കാം. അവരെ ഒരു ഐഡി നിങ്ങൾ അടിച്ചു കൊടുക്കുക, അല്ലെ ഫസ്റ്റിൽ ഐഡി അടിച്ചിട്ട് രണ്ടാമത്തെ ഐഡി അവരെ കൊണ്ട് അടുപ്പിക്കുക. എന്നിട്ട് അവരോട് ആധാർ കാർഡ് വാങ്ങുക, എന്നിട്ട് പാസ്ബുക്ക് വാങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുപ്പിക്കുക, എന്നിട്ട് കമ്പനിക്ക് മെയിൽ ചെയ്ത് വെക്കുക, ഇത് സാറേ നിങ്ങളെ ആധാർ കാർഡ് അപ്രൂവ്ഡ് ആയിട്ടോ. അപ്പൊ ഒരു പച്ച മാത്രം വന്നിരുന്നു, അടുത്ത KYC പാൻ കാർഡോ അല്ല, സാറേ ഒന്നും കൂടെ അയക്കണം. എന്നിട്ട് എല്ലാ കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്കൊരു കോൺഫിഡന്റ് ലെവൽ, ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ വന്ന ഡേറ്റ് ഞാൻ അതിൽ കാണുന്നുണ്ട്, എൻ്റെ ആപ്പ് ഇതാലേ, തുറന്നു. രണ്ടാമത്തെ ദിവസം ഓന് എന്തോ ഓപ്പൺ ചെയ്ത് പാസ്വേഡ് മറന്നുപോയി, പാസ്വേഡ് ഇതാണ്, പാസ്വേഡ് മറന്നുപോയിട്ടുണ്ട്, ഇത് അടിച്ചു വെക്കുക, ഓനെ കൊണ്ട് ഓപ്പൺ ആക്കുക. എന്നിട്ട് അവനെയും കൊണ്ട് നമ്മൾ സ്റ്റോറിൽ പോവാം. സ്റ്റോറിൽ പോയിട്ട്, ഞാൻ സ്റ്റോറിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഇങ്ങനെ പോയ സമയത്ത് ഒരാൾ 5000 രൂപക്ക് അതിന് ഉൽപ്പന്നം എടുക്കുക. എൻ്റെ തുടക്ക സമയത്താണ്. അയാൾ ബില്ല് മുപ്പരെന്നെ എഴുതി ഉണ്ടാക്കി, അവിടെ പോയ ഒരു ഫോം ഉണ്ട്, ഫോമിൽ എഴുതി ഉണ്ടാക്കണം. എഴുതി ഉണ്ടാക്കിയ സമയത്ത് ഒരാൾ ഗുഡ്സിൽ വന്നിട്ട് സാധനം കൊണ്ടുപോകുന്നുണ്ട്, വേറൊരാൾ വന്ന് കാറിൽ 5-8 ബോക്സ്. അല്ല ഇവരൊക്കെ എന്താ, ഞാൻ പറഞ്ഞ ബിസിനസ്, അത് എത്ര പൈസ ഉണ്ടാ? ആള് പറയുന്ന ഒരാൾ ചോദിച്ചു, ഞാൻ 60,000 രൂപ പ്രോഡക്റ്റ് എടുത്തു. ഗുഡ്സ് കൊണ്ടുപോയ ആള് 90,000 രൂപ പ്രോഡക്റ്റ് എടുത്തത്. അപ്പൊ അയാളെ കയ്യിൽ അയാൾ 5000 രൂപക്ക് അതിന് എടുക്കണം എന്ന് വിചാരിച്ചത്. ഇവരൊക്കെ 1,80,000-നോ 80,000-നോ എടുക്കുമ്പോൾ ഇപ്പൊ എന്നോട് അയാൾ ഇങ്ങോട്ട് വരുമ്പോ എന്നോട് പറയാണ്, സാറേ
ഞാൻ 5000 രൂപക്ക് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അയാൾ 1,00,000 എടുക്കും. ഞാൻ എങ്ങനെ എടുക്കാണ്ട അങ്ങനെ കേട്ടോ ഞാൻ 3 ഐഡിയ ആക്റ്റീവ് ആക്കിയെന്ന്. നമ്മുടെ പ്രശ്നം തന്നു നമ്മൾ വാങ്ങി കൊണ്ട കൊടുക്കയ്യ. നമ്മൾ വാങ്ങി കൊണ്ട കൊടുത്താൽ ഈ പ്രൊഡക്റ്റും അവർക്കറിയില്ല, ഈ സ്റ്റോറും അവർക്കറിയില്ല, ഇത് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ അവരെ കൊണ്ട് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ട പണി അവരെ വീട്ടിൽ വെച്ചിട്ട് ഈ നിങ്ങൾ അപ്ലൈൻ പോയിട്ട് നിങ്ങൾ എന്താണോ അടുക്കളയിൽ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാനാ തുടങ്ങിയെന്ന് വെച്ചാല് എന്റെ ഭാര്യ അടുക്കളയിൽ ഉണ്ടാവും. ഞാൻ ബിസിനസ് കുഷു 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 ഇങ്ങനെ പറയാ. അപ്പൊ ഓള് മെല്ലെ പറയും എന്താ പ്രശ്നം എന്നോ. ഓള് കേട്ട പ്രശ്നാ, അതുകൊണ്ട് മെല്ലെ പറയും. ഞാനല്ലേ മെല്ലെ പറയാം, ഞാൻ നന്നായിട്ട് പറയും. ഞാൻ പറയാം എന്തല്ലെന്നോ, ഞാൻ അവരോട് പറയും വൈഫ് എന്താ ചെയ്യുന്നത്, വൈഫ് അടുക്കളയിലാണ്. അത് പ്രശ്നമില്ല, നിങ്ങൾ ഓരോട് പറയും. ഞാൻ പറയും മേഡം നിങ്ങളും വരണം എന്നറിയും. എന്നിട്ട് എന്താ വെച്ചാൽ അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന കറി വെക്കുകയാണെങ്കിൽ അവരൊരു 10 മിനിറ്റ് അവരോട് വെയിറ്റ് ചെയ്ത് കറി വെച്ച് തീർന്നിട്ടേ നിങ്ങൾ എന്ത് ചെയ്യും, ഭർത്താവാണ് ബിസിനസ് കൂടുതൽ ഭാര്യനെ വിളിക്കാവൂ. അതെന്താ സംഭവം, ഇവിടെ കുത്തിന് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ചിന്ത അടുക്കളയിലെ പ്രശ്നം, എന്റെ കറി കരിഞ്ഞു പോവോ, കറി ഇതായി പോകുന്നു. അതുകൊണ്ട് കറിയൊക്കെ എടുത്തു വെച്ച് ഫ്രീ ആണോ. എന്നിട്ട് മക്കളുണ്ടോ, 18 വയസ്സായ മക്കളുണ്ടോ, മക്കൾ എപ്പോഴാ അവിടെ രാത്രിയാണെങ്കിൽ രാത്രി പോകണം അവരെ വീട്ടിൽ. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പണം അവരെ ഇരുത്തിയിട്ട് ഈ ബിസിനസ് എന്താണ്, ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്തിട്ട് ഭാര്യനെയും ഭർത്താവിനെയും കൃത്യമായിട്ട് പ്ലാൻ കേൾപ്പിക്കണത്. നിർബന്ധമായിട്ട് ചെയ്യേണ്ട പണി ഭാര്യയുടെയും ഭർത്താവിനെയും മക്കളെയും ഇത് കൃത്യമായിട്ട് കേൾപ്പിക്കണം. കേൾപ്പിച്ചിട്ടില്ലേ പ്രശ്നമുള്ള പണി എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഭർത്താവിനെ കേൾപ്പിച്ചാണ് നിങ്ങൾ അടുത്ത് ചായ ഒക്കെ കുടിച്ചു പോയാല് പുറത്തേക്ക് ഇറങ്ങി വാതിൽ ഒരു അടി കേൾക്കാം, വാതിൽ ഒരടയ്ക്കല് ഭാര്യ എന്നിട്ട് എന്താ പറയുക, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട, ഇങ്ങനെ കുറെ തട്ടിപ്പ് കമ്പനി വന്നാല് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോ തന്നെ അയാൾ നെഗറ്റീവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ സംശയങ്ങൾ കൃത്യമായിട്ട് തീർത്ത് കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ മൈ ലൈഫ് എന്താണ്, ഇതിലൂടെ എത്ര വരുമാനം കിട്ടും, മക്കളെ നോമിനിക്ക് തലമുറ കിട്ടും, നാളെ നിങ്ങൾ ഇല്ലാണ്ട് പോയാലും നിങ്ങളെ തലമുറക്ക് ഇത് കിട്ടും, ഇത് ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിക്കേണ്ട, ഈ ഉൽപ്പന്നം കഴിക്കണം, ഈ ഉൽപ്പന്നം ഉപയോഗിക്കണം, മക്കൾക്ക് മോനൊരു അലർജി പ്രശ്നം അതിന് ആന്റി അലർജി കഴിക്കണം, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടിയത് ഒരു ബിസിനസ്സാണ്. അങ്ങനെ നിങ്ങൾ രാത്രി പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ, നിങ്ങളൊരു 6 മാസം നമ്മളെ കൂടെ പ്രവർത്തിച്ചാൽ ചെറിയൊരു ടീം ഉണ്ടാവും. ആ ടീമിലൂടെ പ്രവർത്തിച്ച് ആ ടീമിനെ ഇതുപോലെ നമ്മൾ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും കൊടുത്താൽ ആ ടീം വലുതാകുമ്പോൾ നാളെ നമ്മൾ 10 ദിവസം കിടന്നു പോയാൽ നമുക്ക് വരുമാനം കിട്ടും. നമ്മൾ ഞാൻ മരിച്ചു പോയാൽ ഭാര്യയായ നിങ്ങൾക്ക് കിട്ടും, നീ മരിച്ചു പോയാൽ നാളെ നിന്റെ മക്കൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായാൽ അന്ന് രാത്രി ഇവർ തലമന്ത്രം പോലെ പ്രവർത്തിച്ച് പിറ്റേന്ന് രാവിലെ ഇവർ ബിസിനസ് ഇറങ്ങാനാകും. അല്ലെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അവരെ ഫോളോ അപ്പ് ചെയ്യാം, അവരെ മീറ്റിങ്ങിന് പങ്കെടുപ്പിക്കണം, അവരെ ട്രെയിനിങ്ങിന് പങ്കെടുക്കണം, അവരെ കയ്യിൽ നിന്ന് പൈസ മുടക്കിപ്പിക്കണം. ഒരു GTSന് പോകുന്ന സമയത്ത് 30 രൂപ നിങ്ങളല്ല മുടക്കേണ്ടത്, 30 രൂപ അവർ മുടക്കിയാലേ അവർ അവിടെ ഇരിക്കും. അതല്ലാണ്ട് ഞാൻ ലീഡർ നിങ്ങൾ കൊടുക്കണം, ഞാൻ കൊടുക്കാന്നുള്ള പൈസ കൊടുത്താൽ എന്താണോ അവർ മൊബൈലിൽ നോക്കി ഇങ്ങനെ നിൽക്കും. എന്താ സംഭവം താല്പര്യമുണ്ടല്ലോ. നിങ്ങൾ 100 റുപ്യ കൊടുത്താലും ഞാനൊക്കെ 100 റുപ്യ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 റുപ്യന്റെ സാധന ക്ലാസ് ഞാൻ ഉണ്ടാക്കിയെടുക്കണം. 100 റുപ്യ എടുത്തിട്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഞാൻ ചെവി കൂർപ്പിച്ച് കേൾക്കും. അതുകൊണ്ട് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ പല ആളുകളും ടീം ഇല്ലാണ്ടായി പോയ പ്രശ്നം, സാറേ അത് ഞാൻ കൊടുത്തോളും, അതാ പ്രശ്നം. നമ്മൾ എവിടെ പോയാൽ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ സ്റ്റോറിൽ പോയാൽ ഉള്ള പ്രശ്നം തന്നു, അവിടെ 2 റുപ്യ എടുക്കണം ഫോമിന്. ആര് കൊടുക്കണോ, നിങ്ങളെ കീശന്ന് അല്ല, വാങ്ങിക്കോളി, 2 റുപ്യ കൊടുക്കണം, വാങ്ങ്, ലിസ്റ്റ് ഓരെക്കൊണ്ട് ഓര് വെട്ടി തീർത്തട്ടേന്ന്. ലീഡർമാരെ കഷ്ടപ്പാട് ഒരു മനസ്സിലാക്കട്ടെ. ഇങ്ങനെ എഴുതിയിട്ട് ബ്ലഡ് പ്യൂരിഫയർ എഴുതി അത് 6000 രൂപ, അപ്പൊ ഓരോന്ന് വിട്ടു 2 ഫോം വാങ്ങട്ടെ. ഇങ്ങനെ നമ്മൾ അവരെ പഠിപ്പിച്ചെങ്കിലേ നിങ്ങൾക്ക് ലീഡർ ആകാൻ പറ്റും. ഇവിടെ ലീഡർ ബിസിനസ്സാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ, സാറേ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് നിർബന്ധമാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ലിസ്റ്റ് നിർബന്ധമാണ്. ലിസ്റ്റ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ വെച്ച് ലീഡർ ചെയ്തു കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ വീട്ടിലെ വൈഫിനെയും ഹസ്ബൻഡിനെയും മക്കളെയും കേൾപ്പിച്ചാൽ നിങ്ങൾ അവിടുന്ന് ഒരു നോട്ട്ബുക്ക് എഴുതുക. നമുക്ക് വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കാണ്ട് അതിനുള്ള ലിസ്റ്റ് എഴുതാൻ പറയാം. എത്ര ആളെ ലിസ്റ്റ്, പ്രധാനപ്പെട്ട ഒരു 50 ആളെ പേര് എഴുതാൻ പറയാം. ഒന്നെങ്കിൽ നമ്മൾ ഇരുന്ന് എഴുതിക്കുക, അല്ലെങ്കിൽ അവരെ എഴുതിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എനിക്ക് പറ്റിയത്, ഞാൻ ഇതിൽ വലിയ കുളാണ്ടറാണ്, ഞാൻ വലിയ ലീഡറാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എൻ്റെ നാട്ടിലൊരു മൊയ്തീൻ ഖാണ്ട് അയാൾ വേണ്ടേ, എൻ്റെ നാട്ടിൽ വേറൊരു ദാസേട്ടനും, മൂപ്പര് തേപ്പിനെ പണിക്കണം, മൂപ്പര് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഒരു രാഘവേട്ടന് ആശാരിപ്പണി, മൂപ്പര് ശരിയല്ല. ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട.
നിങ്ങളെല്ലാം പറഞ്ഞത് എന്താ? ലീഡർ പറഞ്ഞ ലിസ്റ്റ് എഴുതാനാ. എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ 2 അനുഭവം പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിലെ 2 അനുഭവം, പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ 2 അനുഭവം ഞാൻ പറയുന്നത്. അയ്യൂബ് സാർ ഉണ്ടല്ലോ ഒന്ന്, മാഷാ അല്ലാ, അയ്യൂബ് സാർ ഇന്ന് നമ്മുടെ പിന്നെ ഇന്ന് നമ്മൾ കേരളത്തിന് പുറത്ത് പോയിട്ട് കപ്പലിലാണെന്ന് തോന്നുന്നു. ആണോ സാറേ? അല്ല, ഹോട്ടൽ നാട്ടിലെത്തിക്കും തോന്നുന്നു. അപ്പോ അയ്യൂബ് സാറ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വന്നത്. എന്തായാലും ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്തായാലും വിചാരിച്ചു. ഞാൻ ഇന്നലെ അരിയേട്ടനോട് പറഞ്ഞ സമയത്ത് അയ്യൂബ് സാർ ഉണ്ടായിരുന്നെങ്കിൽ അയ്യൂബ് സാർ ലക്ഷദ്വീപിൽ പോയ കുറെ കഥകൾ പറയായിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ മനസ്സിലെ പ്രാർത്ഥന ദൈവം കേട്ടു, അയ്യൂബ് സാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീജഡ് ചെയ്യുന്ന കാര്യം മാത്രം പറഞ്ഞ് ചായ അടിക്കാൻ കയറിയാൻ തോന്നുന്നത്. അയ്യൂബ് സാറിന്റെ 2 വാക്ക്. എന്തായാലും അയ്യൂബ് സാറേ, നിങ്ങൾ ചിലപ്പോ ഈ ചായ കുടിച്ചാൽ പിരിയും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും തിരക്കില്ലെങ്കിൽ നമ്മളെ മുമ്പിലേക്ക് വന്ന അയ്യൂബ് സാറും ടീമുണ്ട്. അയ്യൂബ് സാറും ടീമും ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മളെ ലക്ഷദ്വീപില് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ടീമായിട്ടാണല്ലേ. അപ്പോ നമുക്ക് എന്തായാലും അഭിമുഖം എന്ന് പറഞ്ഞോളെ നമുക്ക് കിട്ടിയ മുത്തനെ ചെറുങ്ങനൊന്ന് പരിചയപ്പെടാം എല്ലാവർക്കും വേണ്ടിയിട്ട്. അയ്യൂബ് സാറിന്റെ അയ്യൂബ് സാറ് വീഡിയോ ബ്ലറിലായിട്ടൊക്കെ കാണുന്നത്. അപ്പോ അയ്യൂബ് സാറ് നാട്ടിലെത്തിക്കും തോന്നുന്നുണ്ട്. അപ്പൊ അയ്യൂബ് സാറെ വെൽക്കം. ആ ചായ അടിക്കുന്നതിന്റെ ഇടയിൽ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് ഓൾ. നാട്ടിലെത്തിയിട്ടില്ല, ഷിപ്പിലാണുള്ളത്. ഷിപ്പിലെ ക്യാൻറ്റീൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ. സെക്കൻഡ്, ഞാൻ ഒന്ന് സെറ്റിംഗ്സിൽ മാറ്റാൻ പറ്റും നോക്കട്ടെ. അപ്പോ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൊച്ചി എത്താനായി. അപ്പൊ റേഞ്ച് സിഗ്നൽ കിട്ടി. ഷിപ്പിനുള്ളിലെ ക്യാൻറ്റീൻ ആണ്. അപ്പൊ ചായ കുടിക്കാൻ കയറിയ സമയത്ത് റേഞ്ച് വന്നപ്പം മോർണിംഗ് മീറ്റിൽ ഒന്ന് കയറിയതാണ്. എല്ലാരും ഉണ്ട്. ഞങ്ങള് 1-ാം തീയതി പോയതാണ്. അപ്പോ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ്. ദ്വീപിലുള്ളവരൊക്കെ ഇതാക്കണ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നല്ലൊരു ടീം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫോളോ അപ്പ് ആയിട്ട് ഇനിയും ഓരോ 2 മാസം കൂടുമ്പോൾ തന്നെയെങ്കിലും വീണ്ടും പോകേണ്ടി വരും. അപ്പോ പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോ നിങ്ങൾ ദ്വീപ് എന്നുള്ള കണക്കൊന്നുമില്ല, എവിടെയും നമുക്കൊരു പക്ഷേ നാട്ടിലായിരിക്കും ഇതിനേക്കാൾ എളുപ്പത്തിൽ ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എത്ര ദൂരാണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ ഇവിടെ കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ ഞങ്ങളവിടെ എത്തിയിട്ട് 8 ദിവസം തീരെ നിൽക്കാൻ സമയം കിട്ടില്ല. രാത്രി 12 മണി വരെ, 11-11:30 മണി വരെയൊക്കെ എല്ലാ ദിവസവും വർക്ക് തന്നെ ആയിരുന്നു, ഫീൽഡ് വർക്ക് ആയിട്ട്. അപ്പൊ ഏതായാലും രാവിലെ മോർണിംഗ് മീറ്റ് എന്നും കയറുന്നതാണ്. അപ്പൊ ഏതായാലും അതൊന്ന് സിഗ്നൽ കിട്ടിയ സമയത്ത് ഒന്ന് കയറി നോക്കിയതാണ്. എനിവേ, നിങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. താമരശ്ശേരി GTS നാളെ ഇല്ലാന്ന് കേട്ട സമയത്ത് അധികം സങ്കടമായി. കാരണം ഞങ്ങൾ നാളത്തെ താമരശ്ശേരി GTSന് കണക്കാക്കിയിട്ടായിരുന്നു എത്താൻ വേണ്ടി തീരുമാനിച്ചത്. എനിവേ, ഏതായാലും എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഈ രാവിലെ മോർണിംഗ് മീറ്റിൽ ഇന്ന് ഏകദേശം 455 ആള് ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും അതിരാവിലെ ഇത്രയും ആളുകൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് എങ്കിൽ മോർണിംഗ് മീറ്റിന്റെ പ്രാധാന്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ടീം AIGയിൽ നമ്മുടെ ഈ ഒരു മോർണിംഗ് മീറ്റിനെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് മോർണിംഗ് മീറ്റ് നടത്തുന്ന വേറെ ടീമില്ല എന്നുള്ളതാണ്. ഏകദേശം 500 ആളിനടുത്ത് ഈ ഒരു രാവിലെ 500 കപ്പാസിറ്റി ഉള്ള ഒരു മോർണിംഗ് സൂമില് കയറുക, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക, വീഡിയോയിൽ വന്നിട്ട് അതിലൊരു കാര്യം കൂടെ ഉള്ളത്, വീഡിയോയിൽ വരുന്ന ആളുകൾക്കൊക്കെ ടീം നന്നായിട്ട് ബിസിനസ്സിലെ മാറ്റങ്ങൾ കാണുന്നുണ്ടെന്നുള്ള. ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ടീമിൽ വളർച്ച ഉണ്ടായിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അതേപോലെ മോർണിംഗ് മീറ്റ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും വീഡിയോയിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഗുണം കൂടുതലുണ്ട്. എല്ലാ ആളുകളും വീഡിയോയിൽ ഒരു പക്ഷേ വരാൻ സാധിച്ചോളുന്നില്ല, എന്നാൽ കൂടി പറ്റുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരികയാണെങ്കിൽ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കേട്ടിരിക്കാൻ ആ ഒരു അറ്റൻഷൻ ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഈ വീഡിയോന്റെ കാര്യം പറഞ്ഞത്. അപ്പം ഏതായാലും ഷായർ സാറിന് നല്ലൊരു ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഷായർ സാറിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് കയറായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രമാണ് കയറിയത്, എന്റെ ഫോണിലാണ് എല്ലാവരും കാണുന്നത്. ഏതായാലും നേരിട്ട് വന്ന് നിങ്ങളൊക്കെ കാണാം. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കടൽ കുറച്ച് റഫായിരുന്നു. അപ്പൊ ഒരു ദിവസം കൊണ്ട് എത്തേണ്ടത് 2 ദിവസം കൊണ്ടാണ് എത്തിയത്. ഇങ്ങോട്ട് പിന്നെ കണക്ഷൻ ആയിരുന്നു, 2-3 ഐലൻഡ് കവർ ചെയ്താണ് വന്നത്. അതുകൊണ്ട് 2 ദിവസം ഇങ്ങോട്ടും എടുത്തു. 4 ദിവസം ഞങ്ങൾ ജീവിച്ചത് ഈ ഷിപ്പിലാണ്. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം സീനത്ത് മാഡം പറഞ്ഞൊരു കാര്യം, ഈ ബിസിനസ്സിന് വേണ്ടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ പ്രാവശ്യം ദ്വീപ് പോയത് ഫ്ലൈറ്റിലാണ്. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഷിപ്പിൽ യാത്ര ചെയ്തു. അത് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നാളുകളിൽ ഞാൻ മുമ്പ് ഉമർസ്ഥാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉമർസ്ഥാദെ, ഞാൻ ഒരു ദിവസം ഡൽഹിയിലായിരിക്കും, നിങ്ങൾ ചിലപ്പം ചെന്നൈ ആയിരിക്കും, ഞാൻ ഹൈദരാബാദ് ആയിരിക്കും, നിങ്ങൾ വേറെ ഏതെങ്കിലും ബോംബെയിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. ഈ ബിസിനസിന്റെ ആവശ്യത്തിന്
നമ്മൾ പല ഭാഗങ്ങളിലായിരിക്കും കുറെ കഴിയുന്ന സമയത്ത് എന്ന് പറഞ്ഞു. അത് ഉമർ ഉസ്താദ് പറഞ്ഞിട്ട് ഈ അടുത്ത് നിങ്ങൾ പറഞ്ഞ അത്ര സത്യമാണെന്നുള്ളത്. ഞാൻ പറയാണ്, സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അടുത്തൊരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് നമ്മൾ പല രാജ്യങ്ങളിലേക്കും എന്തിന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മളെ കമ്പനി ഇന്റർനാഷണൽ ലെവലിലേക്ക് വലിയ രീതിയിലുള്ള പ്ലാനിങ് ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പല രാജ്യങ്ങളിലായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരിക്കും ഈ ബിസിനസ്സിനെ നമ്മൾ കാണുന്നത് ഒരുപാട് വലിയ രീതിയിൽ മുന്നോട്ട് ഇതിന്റെ വിദൂരമായിട്ടുള്ള വളർച്ച നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവൂ. ഇന്ന് 4 പ്ലാൻ പറഞ്ഞ് ആ 4 വേണ്ടാന്ന് പറഞ്ഞു നാളേക്ക് നമ്മൾ നിർത്തിവെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഈ ബിസിനസ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ പോലും ഇന്ന് ലീഡർ ആവുന്നില്ല. ഒരു ലീഡർ പോലും പറഞ്ഞ സമയത്ത് അല്ലെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്ത് അവര് ആ ടീം ഡെവലപ്പായ ചരിത്രം ഇതിനകത്തില്ല. പക്ഷെ അതും സംഭവിക്കും. അടുത്ത 2-3 വർഷം 4-5 വർഷത്തിനുള്ളിലായിട്ട് തീർച്ചയായിട്ടും MI ലൈഫ്സ്റ്റൈൽ നല്ല കമ്പനിയാണെന്നുള്ളതും അതിൽ ഇന്ന ടീം നല്ല ടീമാണെന്നുള്ളതും ഇവരെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ രക്ഷപ്പെടും എന്നുള്ളതും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആളുകൾ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പണിയെടുത്ത് നമ്മളെ ബേസ് നമ്മളെ തറ അത് സെറ്റാക്കി എടുത്തേ പറ്റും. അപ്പൊ എന്തൊരു കൺസ്ട്രക്ഷൻ ചെയ്യാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതിനെ തറ ഫൗണ്ടേഷൻ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ആക്കേണ്ടത്. അത് എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം ആ ബിൽഡിംഗ് ഉണ്ടാവും, എത്ര നല്ല ലെവലിൽ നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളെ ഫൗണ്ടേഷൻ ആണ് ഫസ്റ്റ് ടൈം നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റും നമ്മൾ കൊടുക്കുന്ന 1-to-1 നിങ്ങൾ 1000 1-to-1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം എന്താണ് 1-to-1 നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. പിന്നെ ജോയിനിങ് സ്കില്ല് കൂടും, റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വരും. അപ്പൊ ഫീൽഡ് എക്സ്പീരിയൻസും ഭയങ്കര സംഭവമാണ്. ഇപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പല ആളുകളും നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മൾ അവരോട് രണ്ടാമത് പോയി കാണുന്ന സമയത്താണ് അവർക്ക് ബോധ്യപ്പെടാത്തതിന്റെ പേരിലാണ് ഈ നെഗറ്റീവ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാകുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഈവൻ ഞാൻ പോലും ഈ ഒരു മേഖലനെ 100% നെഗറ്റീവായി കണ്ട വ്യക്തിയാണ്. അപ്പൊ പിന്നെ മറ്റുള്ള ആളുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണക്കാർക്ക് എന്നും ഇതെന്താണ്, എന്നും ഒരു മാറ്റിവെക്കപ്പെട്ട ബിസിനസ്സാണ്. പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അത് അറിയുന്ന ആള് നമ്മളാ. അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഫ്യൂച്ചർ. നിങ്ങൾ 1 വർഷം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ലൈഫും നിങ്ങളെ ഫാമിലിന്റെ ലൈഫും ഇവിടെ സേഫാണ്. 1 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പണിയെടുക്കുക, പിന്നെ ടീമം കൊണ്ടുപോയിക്കോളും. പിന്നെ നിങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ മതി. ഈ 1-to-1 ജോയിനിങ്ങും ഫോളോ അപ്പും കാര്യങ്ങളും 1 വർഷം നിങ്ങൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, മഴ പെയ്താലും മഞ്ഞ് വന്നാലും ഇനി അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും എന്ന് തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം 10 1-to-1 പ്ലാൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു 2 GTS നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി മോർണിംഗ് മീറ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം, അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങളെ വളർച്ച റോക്കറ്റ് പോലെ ആയിരിക്കും. ഒരു സംശയമില്ല. ഞാനൊക്കെ തുടക്കത്തിൽ അനുഭവിച്ച ആളാ. ഞാനൊക്കെ പ്ലാൻ കൊടുത്ത് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഒരു ജോയിനിങ് വരുന്നതെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ 4 ആളെ കണ്ടു കഴിഞ്ഞാൽ 3 ആൾ ജോയിൻ ചെയ്യും. ആ ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്തു? സ്കില്ല് വന്നു. ഇത് എവിടുന്ന് വന്നതാ? തുടക്കത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെയും കണ്ട് അവര് പറഞ്ഞ നെഗറ്റീവ് കേട്ട് തിരിച്ച് പറയാൻ പറ്റാതായി, പിന്നെ അതിന് മറുപടി കണ്ട് അത് കൊടുത്ത് അങ്ങനെ ഓരോന്നും കൊടുത്തും വാങ്ങിയും തന്നെയാണ് എന്ത് ചെയ്തത് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആ ലെവലിലേക്ക് നിങ്ങൾ ഫീൽഡിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? 1-to-1 നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഹോം മീറ്റിങ്ങുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഹോം മീറ്റിങ്ങുകളിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജോയിനിങ് വരുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണാൻ പാടില്ല. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീട്ടിലും ഹോം മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ട് വരുന്ന എക്സോറ പ്രോഗ്രാമിലേക്ക് നിങ്ങളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അച്ചീവ്മെന്റോട് കൂടി നിങ്ങൾ ആ സ്റ്റേജിൽ കയറുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. അപ്പൊ ഒരു 2 വാക്ക് ഞാൻ സീനത്ത് മാഡത്തിന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. മാഡം ഇവിടെ ഉണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഒരുപാട് ദിവസമായി മോർണിംഗ് മീറ്റിലൊക്കെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. സായർ സാറെ ക്ലാസ് കുറച്ച് കേട്ട് സായർ സാറെ ക്ലാസ് മിസ്സാവാതെ കേൾക്കുന്നതാണ്. എന്ന് പോസ്റ്റർ കണ്ടാലും യാത്രയിലാണ്, ഇവിടെ സമയത്താണ് ഒന്ന് കയറാൻ പറ്റിയത്. ഏതായാലും എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. സാധനങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടത്, ലഗേജ് ഒക്കെ എടുക്കണം. അപ്പം എല്ലാ ആളുകൾക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ധാരണ സാറേ. ഓക്കെ, താങ്ക് യു. എന്തായാലും
നമ്മളെ ബിസിനസ്സുമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ച് ഷിപ്പിലാണുള്ളത്. കൊച്ചിയിൽ എത്താനായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരെ ഫാമിലി കാര്യത്തിനല്ല പോയത്, ബിസിനസ്സിനാ പോയത്. അവിടെയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ലക്ഷദ്വീപിലും ഒരുപാട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനുള്ള പ്ലാനിങ്ങാ. ഇത് വലിയ ഫ്യൂച്ചറാ. എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ അഭിനന്ദനം നേരെയാണ് അയ്യൂബ് സാറിനും ടീമിനും ഒക്കെ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് എക്സ്പാൻഡേഷൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് എന്തായാലും കുറച്ച് സമയമുണ്ട് നമുക്ക് പിരിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ നമ്മളെ പ്രധാനപ്പെട്ട ലീഡർ ധാരാനി സാറുണ്ട്, ചേരൂർ സാറുണ്ട്. 2-3 കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവരെയും കൂടെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിലേക്ക് എത്തിക്കാം. നമ്മുടെ ലീഡേഴ്സ് ആരൊക്കെ ഉണ്ട് നമുക്കൊന്ന് കാണാലോ. എല്ലാവരും ഉണ്ട് ഈ മീറ്റിങ്ങിൽ. അയ്യൂബ് സാറെ പങ്കെടുക്കുന്നുണ്ട്, ഷെറൂർ സാർ ഒക്കെ NTC ആൻഡ് അബോ ലീഡേഴ്സാ. ഞാൻ പറഞ്ഞു നിർത്താം. 2 കാര്യം. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രീ ജഡ്ജ് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് 2015 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ലിസ്റ്റിൽ പെട്ട ഒരാളെ പേരാണ് ഷിഹാബ്. ആള് വയനാട്ട് സ്വദേശിയാണ് ഷിഹാബ്. ഷിഹാബിന്റെ രൂപം എന്ന് പറഞ്ഞത് നല്ല സിമ്പിളായ ആളാണ്. നല്ല ഫുൾ ടൈം ആള് ചെയ്തിട്ട് നല്ല ഷർട്ടും നല്ല പാൻറ്റും കയ്യിലൊരു ബാഗും. ഒരു ബിസിനസ്സിന് എങ്ങനെ നമുക്കൊരാളെ കൊണ്ടുവരാൻ പറ്റും? ഇന്ന് ഒരു ബിജു സാറിന്റെ ഒരു ലുക്ക്, അയ്യൂബ് സാറിന്റെ ഒക്കെ ലുക്കുള്ള നല്ല സ്റ്റൈലിലാള്, നമ്മൾ ഷെയ്ക്കൻ്റെ കൊടുത്താൽ ചാർജ് ഇങ്ങനെ കയറുന്ന ഒരാള്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഷിഹാബ് എന്ന വ്യക്തി. ആ ഷിഹാബ് എന്ന വ്യക്തി, ഞാൻ ഇങ്ങനെ പറയും, ഈ മനുഷ്യൻ ഇങ്ങനെ മൈ ലൈഫിൽ വന്ന ഞാൻ അങ്ങ് രക്ഷപ്പെടായിരുന്നു. ഇത് നമ്മളെ പല ആളുകളെയും ഒരു ചെറിയ തകരാറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അയാളെ ഞാൻ ലിസ്റ്റ് ചെയ്തു, അയാളെ പുറകെ നടന്നു, ഐഡിയ അടിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. അതിനുശേഷം ഞാൻ കണ്ട ഒരാളാണ് നമ്മളെ ഗ്രേറ്റ് CTC ലീഡർ ഉമർ ഉസ്താദ്. ഞാൻ രണ്ടാളെയും കുറച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോ ഞാൻ ഈ ഷിഹാബ് എന്ന വ്യക്തിനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇയാളൊന്നും ബിസിനസ്സിൽ വന്നില്ലെങ്കിലോ? ഇയാൾ ബിസിനസ് വന്ന് പോയി തകർത്ത് ചെയ്യും. ഇയാള് കജാരിന്റെ മാർക്കറ്റ് എക്സിക്യൂട്ടീവാണ്. ഇയാൾ ഫീൽഡിൽ നന്നായിട്ട് പോകും, ആളുകളെ കൺവിൻസ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കും, നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ പിന്നെ ഞാൻ കണ്ട ഒരാളാണ് ഉമർ ഉസ്താദ്. ഉമർ ഉസ്താദിന് അയ്യൂബ് സാറേയും കൂട്ടി ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഉമർ ഉസ്താദ് ഒരു ചെറിയ ഒരു കള്ളിത്തുണിയും കുറേ ഓട്ടമുള്ള ഒരു ബനിയനും ഒരു തസ്ബീമാലയൊക്കെ ഇട്ട് ഒരു മുട്ടത്തലയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിച്ചോനെ, എന്നപ്പോ എൻ്റെ മനസ്സിൽ ഇയാളാണോ മൈ ലൈഫിൽ പഠിച്ചോനെ? വേറെ ആരെയും കിട്ടിയില്ല അയ്യൂബ് സാർ. സത്യം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അയ്യൂബ് സാറിന് വേറെ ആരെയും കിട്ടിയില്ലേ? ഇയാളിനി എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളാണ്, ഇയാളൊക്കെ ശരിയാണ്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയ്യൂബ് സാറിന് പുതിയ ആളെ കിട്ടിയല്ലേ. അപ്പോൾ പ്രായമുള്ള ഒരു ആള് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, മൂപ്പർക്ക് കിട്ടിയ ഒരാള്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഇന്ന് ഷിഹാബ് എന്ന വ്യക്തി, ഞാൻ നല്ല ചെയ്ത് കോട്ടൊക്കെ ഇട്ട് നല്ല ബിസിനസ്സിൽ കജാരിയിലെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയ ഇന്ന് വരെ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒന്നിനും കൊള്ളൂല, കുറെ ഓട്ടുള്ള ബനിയനും ഒരു മല്ലിന്റെ തുണി ഒരു തസ്ബിയുള്ള ആള് ഇന്ന് CTC. അപ്പൊ നിങ്ങൾ ആരെയും പ്രീജഡ് ചെയ്യാൻ പോണ്ട. ലിസ്റ്റ് ചെയ്യുമ്പോൾ ആര് പറ്റും ആര് പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട പണി, നമ്മളോട് ലീഡർ പറഞ്ഞ പണിക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു 4 തരക്കാരെയും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. 1, കഴിവില്ല, താല്പര്യമില്ല. ഇങ്ങനത്തെ ആളുകളുണ്ട്. ഒരു കഴിവുമില്ല, ഒരു താല്പര്യമില്ല. ഇവരെ നമുക്ക് ബിസിനസ്സിന് ആവശ്യമുണ്ട് ഉറപ്പായിട്ടും. വേണ്ടേ? ഒരു കഴിവുമില്ല, ഒരു താല്പര്യമില്ല. 2ാമത്തെ കാറ്റഗറി ഏതാന്ന് പറഞ്ഞാല് കഴിവുണ്ട് പക്ഷെ താല്പര്യമില്ല. നല്ല കഴിവുണ്ട്, അവർക്ക് താല്പര്യമില്ല. ഉമർ ഉസ്താദ് എന്താണെന്നറിയോ? കഴിവില്ലായിരുന്നു, കഴിവുണ്ടായിരുന്നു, താല്പര്യമില്ലായിരുന്നു തുടക്ക സമയത്തിൽ. പിന്നെ ഉമർ ഉസ്താദ് എന്തായി? കഴിവുള്ള ആളായി, താല്പര്യമുള്ള ആളായി. അതുകൊണ്ട് ആളൊന്ന് ലീഡറായി. ഷിഹാബ് എന്ന വ്യക്തിക്ക് കഴിവുണ്ട്, താല്പര്യമില്ല. പക്ഷെ അയാൾക്ക് എനിക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിവില്ല, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, കഴിവുണ്ട്, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, താല്പര്യമുണ്ട്, കഴിവില്ല, ഇങ്ങനെ ആളുകളുണ്ട്. ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ സാറേ നിങ്ങൾ പറയുമ്പോൾ സ്റ്റേജിലേക്ക് കയറാൻ പറ്റൂല, നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ താല്പര്യമുണ്ട്. ഇതുകൊണ്ട്
അപ്പൊ ഇവരെ നിങ്ങൾ ലിസ്റ്റിലൂടെ നിങ്ങളെ ലീഡേഴ്സിനെ വെച്ചിട്ട് അത് തരംതിരിച്ച് മനസ്സിലാക്കിയിട്ട് ലീഡർ പറഞ്ഞു തരും അവർക്ക് ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് ലീഡർ പറഞ്ഞു കൊടുക്കും. ആളെ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ മനസ്സിലാകേണ്ട കഴിവുണ്ട്, താല്പര്യമില്ലാത്ത ആളുകൾ നിങ്ങൾ മീറ്റിങ്ങിന് വിളിച്ചാൽ വരില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞ് നിർത്താണ്. മീറ്റിംഗ് വിളിച്ചാൽ അവർ വരൂല. ഇതിപ്പോ ഞാനിപ്പോ ഉദാഹരണം പറയാം. ദാരാനുസ്ഥാന് നല്ല കഴിവുണ്ട്, താല്പര്യമല്ലേ. ഞാൻ പറയും ദാരാനുസ്ഥാദ് എന്തൊക്കെ വിശേഷം, പിന്നെ എന്നെ പൊട്ടീസാക്കാൻ ആള് പറയും സാറ് വിളിച്ചത് മീറ്റിങ്ങിന്റെ കാര്യത്തിനായിക്കില്ല. ആ നാളെ അപ്പൊ അങ്ങനെ പറയും. ഉണ്ടെങ്കിലും പരിപാടി ഇല്ലെങ്കിലും പറയുന്നോ നാളെ ചെറിയ പരിപാടി സാറേ, നാളെ പറ്റൂല, മറ്റന്നാളോ എൻ്റെ ഉമ്മന്റെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകും. ഇവർക്ക് കഴിവുണ്ട്, താല്പര്യം ഉണ്ടാവില്ല. അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പം പറയും, ചില സമയത്ത് നമ്മളോട് പറയും, എന്താ പറയാ, ചില ലീഡർമാർ പറയും ബുധനാഴ്ച ഇപ്പൊ 3 മണിക്കും 3 മണിക്ക് ഞാൻ റെഡി ആയിരിക്കും. പക്ഷെ അവര് വരൂല. ഇങ്ങനെ കുറെ ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ട്. GTS വിളിച്ചാൽ രാവിലെ നാളെ താമരശ്ശേരി GTS എപ്പോ 10 മണിക്കോ 10 മണിക്കോ ഞാൻ എന്നാ 10:30 എത്താം. അയാൾ വരൂല. ഇതെന്നാ അയാൾക്ക് നല്ല കഴിവുണ്ടെങ്കിലും അയാൾക്ക് താല്പര്യം. അവരെ ഒരാളെ ഞാൻ പറയാം, അവരെ നമ്മൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത്? അവരെ കൊണ്ടുവരേണ്ടത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നിങ്ങൾ അയാളെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ട് നമ്മളോട് എപ്പോൾ വരാൻ പറഞ്ഞിട്ട് വ്യാഴാഴ്ച 10 മണിക്ക് താമരശ്ശേരി എത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ എന്ത് ചെയ്യണം? ആളെ എണീക്കുന്നതിന് മുമ്പ് പോകണം വീട്ടില്. എണീക്കുന്നതിന് മുമ്പ് അയാളെ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് അപ്പോ ആളെ എണീപ്പിക്കാം. പിന്നെ ഞാൻ പോകുന്നത് എന്താ വെച്ചാൽ എനിക്ക് കുറേ പരിപാടി, നമ്മൾ പറയേണ്ട കാര്യം എന്താ, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് വ്യാഴാഴ്ച വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ അങ്ങോട്ട് എന്നാ വേഗം എണീക്ക്, പല്ലേക്ക് കുളിപ്പിക്ക്, ചായ കുടിപ്പിച്ച് ഓനെ വണ്ടി കയറ്റി എടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം. അല്ലാണ്ട് ഓൻ വരൂല കേട്ടോ. ഞാൻ ഇത് പറയുന്നില്ല, ഇത് ലീഡേഴ്സിന് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ടീമിൽ കഴിവില്ല, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, കഴിവുണ്ട്, താല്പര്യമുള്ള ആളുകളുണ്ട്. കഴിവില്ല, താല്പര്യമില്ല, കഴിവുണ്ട്, താല്പര്യമില്ല, താല്പര്യമുണ്ട്, കഴിവില്ല, കഴിവുണ്ട്, താല്പര്യമുണ്ട്. ഇത് ഈ കഴിവുണ്ട്, ചില ആളുകൾ കാണാം നല്ല കഴിവില്ലെങ്കിലും താല്പര്യമുണ്ടാവും. ഇവരെ ബെല്ലി സാർ ഉദാഹരണം പറയാൻ കുതിരനെ മതി, നല്ല ഒടുക്കത്തെ ഓട്ടോടും, പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കഴിവുണ്ട്, താല്പര്യമില്ലാത്ത ആള് ആനന്റെ മാതിരിയാണ്. ആനെങ്ങാനും എണീറ്റാലേ ഓന് സർവവും ശരിയാക്കും. പക്ഷെ ഇവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട രീതി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അതെപ്പോ നിങ്ങൾ ലീഡർ ആകുക, നിങ്ങൾ മെല്ലെ ടീമിനോട് ചോദിച്ച് നിങ്ങൾ ആ ലീഡറെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് കഴിവുള്ള ആളും താല്പര്യമുള്ള ആളും അവനെ കുറിച്ച് പറയില്ല സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിനെ മാക്സിമം ഉപയോഗിച്ച്, ഏറ്റവും നല്ല ലീഡർ ഉപയോഗിച്ചാൽ നിങ്ങളെ ടീം സെറ്റാവും. അതാണ് ലിസ്റ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ പറയാൻ എൻ്റെ കയ്യിലുണ്ട്, ലിസ്റ്റ് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളെ അവസാനം വാർത്തകൾ ചുരുക്കത്തിൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു പുതിയ ആളുകളെ നമ്മളെ കൂടെ വന്നാൽ അവരെ നമ്മൾ ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്ത് അവരെ വീട്ടിലൊരു സിറ്റിംഗ് നടത്തൽ നമ്മളെ വീട്ടിലെ അവരെ ഫാമിലിനെ പങ്കെടുപ്പ്. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഇതാണ്, ഞാൻ കൂടെ ഉണ്ടാവും, നിങ്ങളെ ഫാമിലി സപ്പോർട്ടോട് കിട്ടിയാൽ മാത്രമേ ഇത് വിജയിക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് വരുമാനം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മളൊരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യണം. ആ ഹോം മീറ്റിങ്ങിലേക്കാണ് നിങ്ങൾ എന്തുണ്ടാക്കേണ്ടത്, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സെലക്റ്റീവ്ഡ് ആയ ആളുകളെ നിങ്ങൾ ഹോം മീറ്റിങ്ങിലേക്ക് വിളിക്കുക. ഹോം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട പണി, നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ടേബിളിന്റെ മേലെ വെക്കരുത്. ടേബിളിന്റെ മേലെ വെച്ചിട്ട് മൂടി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും വന്നതിന് ശേഷം അത് തുറക്കുക. എന്നിട്ട് ആ വീട്ടിലാള് എഴുതിയെങ്കിലും പഠിക്കുക. പല വീട്ടിലും ഞാൻ കണ്ടത്, സാറ് പറഞ്ഞാൽ മതി, അപ്പൊ സാറ് പറയും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒന്നിത്തള്ളി കളിക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാൻ ഇന്ന് ഒരു വലിയ അവസരം കേട്ടിട്ടുണ്ട്, അതെനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ ലീഡർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ കേൾക്കണം. ഈ വീട്ടിലേക്ക് വന്ന നിങ്ങളെല്ലാവരും
എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി പിന്നെ ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത് ധാരാനി സാറാണ്. ധാരാനി സാറെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളൂ. ഇത് പറയാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ധാരാനി സാർ അങ്ങ് പറയും. നിങ്ങൾ അവിടെ കോൺഫിഡന്റ് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ ആ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫോളോ അപ്പ് ചെയ്യണം. പല ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ GTS ഹോം മീറ്റിംഗ് നടത്താൻ പാടില്ല. നമ്മൾ ഹോം മീറ്റിംഗ് നടത്തും, പിറ്റേന്ന് നമ്മളെ വൈക്ക് പോകും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളെ മൂർഖനെ തല്ലുകൊണ്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഏടെങ്കിലും പോകണോ കടിക്കൂ. അതേപോലെയാണ് ഈ ബിസിനസ്സും. ആരെങ്കിലും ഈ ബിസിനസ് കേട്ടിട്ടുണ്ടോ? അവൻ്റെ ഉള്ളിൽ 2-10 എന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ 2-10 ലക്ഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആരെങ്കിലും വഴിയിൽ നിന്ന് പോകുന്ന ആളുകളോട് ചോദിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർ പറയും ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട മുറിഞ്ഞ് കുടുങ്ങിയതാന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല. 24 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. 24 മണിക്കൂർ മുമ്പ് ഫോളോ അപ്പ് ചെയ്തിട്ട് എഴുതി വെക്കണം. അയാൾ വന്നിട്ടില്ല. ആദ്യം തന്നെ നിങ്ങളെ വലിയ ലീഡറെ കൊണ്ടുപോകരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് ആദ്യം വലിയ ലീഡറെ കൊണ്ടുപോകരുത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജില്ലാതലം, പിന്നെ ആദ്യം വാർഡ് തലം, പിന്നെ ജില്ലാതലം, പിന്നെ സംസ്ഥാന തലം, പിന്നെ നാഷണൽ ലെവൽ, ഇങ്ങനെ ഇതുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ മൈ ലൈഫിൽ വന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ മുബീൻ മുഹമ്മദ് സാറെ കൊണ്ടിട്ട് ഫോളോ അപ്പിന് പോകണ്ട. മുബീൻ സാർ ഇതിന്റെ ഗ്രേറ്റ് ലീഡർ. അയാൾക്ക് എന്ത് ഗ്രേറ്റ് ലീഡർ? മുബീൻ മുഹമ്മദ് സാറിന് അയാൾക്ക് മനസ്സിലാവില്ല. കോടിക്കണക്കിന് രൂപ കിട്ടുന്ന വേണ്ടാന്ന്. ആദ്യം ചെറിയ ആളെ കൊണ്ടുപോവാ, ആളെ പറ്റിയില്ല അടുത്ത ഫോളോ അപ്പിന് അടുത്ത ലീഡറെ കൊണ്ടുപോവാ, അത് കഴിഞ്ഞ് അടുത്ത ലീഡർ ഫോളോ അപ്പിന് അടുത്ത ഒരാൾ കൊണ്ടുപോവാ. ഇത് ഏറ്റവും ടോപ്പിൽ ആളെ കൊണ്ടുപോയി പിന്നെ നിങ്ങൾക്ക് പോകാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും താഴെ തട്ടിലെ ആളെ കൊണ്ടുപോയി ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് നിർബന്ധമാണ്. എൻ്റെ ടീമിൽ ഒരു ഫസലുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട്. ആളെ മൈ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന് 18 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടാ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത്, ഫോളോ അപ്പ് മസ്റ്റാണ്, ഹോം മീറ്റിംഗ് മസ്റ്റാണ്. ഹോം മീറ്റിംഗ് നടത്താൻ പറ്റൂലെങ്കിൽ ബിസിനസ് തുടങ്ങരുത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ ആണെങ്കിൽ 1000-500 കൊടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. കുളിക്കാനുള്ള പേസ്റ്റും സോപ്പും വീട്ടിലുള്ള നിലം തുടയ്ക്കാനുള്ള സാധനങ്ങളും. അതല്ല, നിങ്ങൾ ഇതൊരു ബിസിനസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മളെ വീട്ടുകാർക്കും നമ്മളെ ബന്ധുക്കൾക്കും ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി വെച്ചിട്ട് നല്ല ഓരോ മീറ്റിംഗ് പ്ലാൻ ചെയ്ത് നല്ലൊരു ലിസ്റ്റ് മേക്കപ്പ് ചെയ്ത് നിങ്ങൾ തുടങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ തുടങ്ങിയത് വ്യർത്ഥ. നിങ്ങൾ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ടിയല്ല, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരു കാരണക്കാരനായതാണ് എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കില്ല. കുറെ ലീഡേഴ്സ് ഉണ്ട്, അവരെയും കൂടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. നിങ്ങൾ ചെയ്യേണ്ടാത്തതും ചെയ്യേണ്ടതും ഉണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണം, അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ഉൽപ്പന്നങ്ങൾ വാങ്ങണം, വീട്ടിൽ വിസിറ്റ് നടത്തണം. ലീഡർ വിസിറ്റ് നടത്തിയില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ വിളിക്കും. സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലേക്ക് വരാം, നിങ്ങൾ എന്താ വരാത്ത? വീട്ടിലേക്ക് വിളിക്കണമെന്നേ. വിളിച്ച് ഇരുത്തിയിട്ട് സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞു കൊടുക്കി, എൻ്റെ ഭാര്യക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരെല്ലാവരോടും കൂടി എല്ലാവരോടും കൂടിയിട്ട് നമ്മൾ ഒരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. ഈ ഹോം മീറ്റിങ്ങിലെ നിങ്ങളെ വിജയിപ്പിക്കാൻ പറ്റിയ ആൾ വരും. അതിന് വേണ്ടിയിട്ട് ഈ പണി ചെയ്യണം. ഇതൊരു തുടക്കക്കാരായ ആൾ ചെയ്തെങ്കിൽ മാത്രം ഇതിൽ വിജയിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. നമ്മളെ ലീഡേഴ്സിന് ഈ പ്രോഗ്രാം ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു പ്രോഗ്രാമില്ല, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ധാരാനി സാർ നിൽക്കട്ടെ. അതുപോലെ ചേറൂർ സാർ ഇതിലുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ആൻഡ്രൈസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മോർണിംഗ് മീറ്റും നിങ്ങളുടെ ലീഡേഴ്സിനെ കൂട്ടിയിട്ട് ഒരു സൂമിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ടെക്നിക്കലായി ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് ചോദിച്ച് പഠിക്കണം. ഇത് നമ്മളെ ബിസിനസ്സാണ്. ഇത് നമ്മളുണ്ടെങ്കിലേ നമുക്ക് ബിസിനസ് ഉണ്ടാവും. നമ്മൾ നാളെ വലിയ ലെവലിലേക്ക് മാറിയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് ചേറൂർ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ചേറൂർ സാർ. താങ്ക് യു സാറേ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുള്ള ഒരു നല്ല ദിനമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി, ഗസ്റ്റിനെ കിട്ടാതായി എന്നാണ് ഷാഹിർ സാറ് പറഞ്ഞത്. ഗസ്റ്റിനൊന്നും കിട്ടാതായത് നമുക്ക് വലിയ അനുഗ്രഹമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു വാക്കുകളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ഷാഹിർ സാറ് മറ്റാരോ വെച്ചിട്ട് അവർക്ക് അതിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ഈ ഒരാഴ്ച ചെയ്യുക. പക്ഷേ നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു ബിസിനസ്, ഈ ഒരു പരിപാടി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ തുടക്കമാണ് പറഞ്ഞത്. 1ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി. അതിനിടയിൽ ഏറ്റവും നല്ലൊരു
സംഭവം ഉണ്ടായി. പ്രിയപ്പെട്ട നമ്മളൊക്കെ സ്നേഹിക്കുന്ന അയ്യൂബ് സാറും ടീമും അവരും വന്നു. ഏതായാലും കൂടുതലൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നമ്മളെ കയ്യിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് വിജയിക്കാൻ, മറ്റൊന്നും ആവശ്യമില്ല. കാരണം നമ്മളെ കൂടെ വന്ന് ഈ ബിസിനസ് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 10ഓളം ബിസിനസ്സിൻ്റെ കാര്യം മുമ്പ് 10ഓളം കച്ചവടം ചെയ്ത് അതിലൊക്കെ പൊട്ടിയ കഥ പറഞ്ഞിട്ടുണ്ട്. അവസാനം ഏറ്റെടുക്കണമെങ്കിൽ 5000 തുടങ്ങി 2000 തുടങ്ങി പോകുന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഐഡിയ അടിച്ചിട്ട് 1 കോടി 10 ലക്ഷം 1 കോടി 5 ലക്ഷം ഒക്കെ ഉള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. കാരണം ഞാൻ അന്ന് ഐഡിയ അടിച്ചു കൊടുത്തതാണ്. ഞാൻ വന്ന കാലത്ത് എൻ്റെ ഓർഗനൈസേഷനിൽ ഐഡിയ അടിച്ച ആളുകളാണ്. പക്ഷെ അവർക്ക് ബ്രോൺസ് പോലും ആവാതെ, അല്ലെങ്കിൽ ബ്രോൺസിൻ്റെ മുകളിൽ 1 2 കവചപ്രാവശ്യം എപ്പോഴും വാങ്ങി കൊണ്ടുപോയി അങ്ങനെ ആയ ആളുകളാണ്. മറിച്ച് 2 3 പേര് മാത്രം കുറച്ച് പ്രോഡക്റ്റ് എടുക്കാൻ തയ്യാറായി. അവരിലൂടെ വന്ന ടീമാണ് പിന്നെ എനിക്കുള്ളത്. അങ്ങനെയാണ് ഞാൻ NTC ആയി വരുന്നത്. അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്നത് നിർത്തിയിട്ട് ബിസിനസ്മാൻമാരായി മാറുക എന്നുള്ളതാണ് ഇന്ന് ഷായർ സാർ പറഞ്ഞ ഏറ്റവും നല്ലൊരു പോയിന്റ്. സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് അവർ വന്ന് കൊണ്ടുപോയി വിൽക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ന് സാധനങ്ങൾ നമ്മളെന്ന് കഴിയുന്നോ അന്ന് നമ്മളെ കച്ചവടം നിൽക്കും, ഇല്ലേ? അവരെന്ന് വരവ് നിൽക്കുന്നോ അന്നും കച്ചവടം നിൽക്കും. മറിച്ച് നമ്മളെ കൂടെ വരുന്ന ആളുകളെ പരമാവധി, പ്രിയപ്പെട്ട വെല്ലി സാർ എപ്പോഴും പറയാറുണ്ട്, ഒരു വലിയ പുഴ നമ്മളെ മുന്നിലൂടെ ഒഴുകി പോകുമ്പോൾ അതിൽ നല്ല ഇഷ്ടംപോലെ മീനും പിടിക്കാനുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മൾ ഒരു മീൻ എടുത്ത് കൊടുത്താൽ ആ മനുഷ്യന് ഒരുപാട് മീൻ തിന്നാനും കൊണ്ടുപോകാനും ആഗ്രഹം ഉണ്ടാകും. പക്ഷേ എന്ത് ചെയ്യൂല, നമ്മൾ ഈ ഒരു മീനുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മറിച്ച് അദ്ദേഹത്തിനെ കൂടെ ഇരുത്തി അദ്ദേഹത്തിന് ഈ ചൂണ്ടയിൽ ഇര കോർത്ത് വെള്ളത്തിലേക്ക് ഇടാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീനുള്ള പുഴയാണ്, കോരിയെടുക്കാൻ പറ്റും. പിന്നെ എടുക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മീനാണ്. നമ്മളതിന് കാരണക്കാരായ കാരണം മാത്രം മതി. അങ്ങനെ കാരണക്കാരാവുമ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്ന് അതിൻ്റെ വരുമാനം കിട്ടും. പിന്നെ ആ മനുഷ്യൻ മറ്റുള്ള ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ വരുമാനം ഈ കാരണക്കാരന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ ബിസിനസ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ. ഇന്നത്തെ ഒരു ക്ലാസ്, ഇന്നത്തെ ഒരു സെഷൻ വല്ലാത്ത ഒരു സെഷനായിരുന്നു എന്ന് മാത്രം പറയാണ്. 459ഓളം ആളുകൾ ഇന്ന് ഈ സെഷനിൽ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അതുകൊണ്ട് പ്രവർത്തിക്കുക, വിജയിക്കുക എന്ന് മാത്രം ഉണർത്തി ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലക്ഷൻ. താങ്ക് യു ചെറു സാർ, വളരെ സന്തോഷം. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ ലീഡർ അയ്യൂബ് സാറും, നമ്മളെ ലീഡർ ദാരൻ സാറും, നമ്മളെ ലീഡർ ചെറു സാറും, നമ്മളെ ലീഡർ ഉമർ സാറും, എല്ലാ ലീഡറും ഇതിലുണ്ട്. അവർക്കൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് അവരുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരാളും മൈ ലൈഫിൽ കൊണ്ടച്ച് പെടുത്തൂല എന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വന്നത് നല്ല സ്ഥലത്താണ്. നമ്മൾ ചെയ്യേണ്ട പണിയും കൂടെ നമ്മൾ ചെയ്യണ്ടേ? ഇത് ചെയ്യാതെ ആർക്കും ഇതിൽ വിജയിക്കാൻ പറ്റൂല. നിങ്ങളെ ലീഡർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കേട്ട പുതിയ ആളുകൾ നിങ്ങളെ ലീഡറെ വിളിച്ചിട്ട്, ലീഡർ ചിലപ്പം സൂം മീറ്റിംഗ് കയറിയില്ലേ, നിങ്ങൾ എന്തായി കയറാഞ്ഞത് വരെ ചോദിക്കണം. നമ്മൾ ആവശ്യമല്ലേ? അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ച് കുറേ കാര്യങ്ങൾ, ഇത് നമ്മൾ വിചാരിച്ചൊരു ബിസിനസ് ഒന്നല്ല. എനിക്ക് കഴിവില്ലാത്ത, അതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വിജയിക്കണം എന്ന താല്പര്യം, അവരെ വിളിക്കുക. നിങ്ങൾ വിളിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ A to Z പഠിച്ചിട്ട് ഒരു ബിസിനസ്സുകാരനെ പോലെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വിജയിക്കണം. നിങ്ങളൊക്കെ നാളെ വലിയ ഡയമണ്ടും വലിയ വലിയ കഴിവുള്ള ആളുകളായിട്ട് മാറട്ടെ. അറിവില്ലാത്തത് കൊണ്ട് നിങ്ങളൊന്നും ആരെ മുമ്പിലും പറയരുത്. നിങ്ങളെ ലീഡറോട് ചോദിച്ച് കൃത്യമായിട്ട് ഒരാശയം പോലും, മൈ ലൈഫിൽ ഒരു കളവും നിങ്ങൾ പറയണ്ട. ഞാൻ പണ്ടൊരു ദിവസം എൻ്റെ തുടക്ക സമയത്ത് ഞാനും ബിജു സാറും കൂടെ ട്രെയിനിൽ പോയ സമയത്ത് ഒരാൾ പറയാണ്, യൂറി ഫ്ലഷ് കഴിച്ചിട്ട് കുന്നിക്കൊരു പോലെ കിഡ്നി ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാൻ കേട്ട സമയത്ത് ആ കമ്പാർട്ട്മെന്റ് വേഗം വിട്ടതാ. നഷ്ടപ്പെട്ടത് കിഡ്നി ഉണ്ടാവില്ലല്ലോ. ആള് പറയാം, മറ്റുള്ള കൺവിൻസ് ചെയ്യാം. ഇങ്ങനത്തെ കളവ് ഒന്നും ഇതിൽ പറയണ്ട. സത്യസന്ധമായിട്ട് ഞാൻ വന്നത് എത്ര ആയിട്ടുള്ളൂ. ഞാൻ 5000 പ്രൊഡക്റ്റ് എടുത്തു. ഇത് നല്ല ബിസിനസ്സാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുറേ ആളുകൾ ഇത് ചെയ്ത് വിജയിപ്പിച്ചത് ഞാൻ കണ്ടിട്ട്, അവരെടുത്ത് പോയിട്ട് നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കേട്ട് പഠിക്കാം. ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്കാണ് ഈ ബിസിനസ്സിൽ 1 to 1 എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ റോബർട്ട് കിയോസാക്കി വന്ന് ഈ എംപ്ലോയീസ് ഒന്നും വേണ്ടാന്ന്.
നിങ്ങൾ തുടക്ക സമയത്ത് ആളുകളോട് പറയേണ്ടത്, ഞാൻ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇതിൽ വന്നത് ഇന്നയാള്, ഈ ഉൽപ്പന്നം കഴിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത്, ഒരുപാട് ആളുകൾ നല്ല റിസൾട്ട് കിട്ടിയത് ഞാൻ കണ്ടിട്ട്, നിങ്ങളൊന്ന് വന്ന് നമുക്ക് വേണേ അവർ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് പറഞ്ഞാൽ നിങ്ങളെ ബിസിനസ്സിലേക്ക് ആൾ വരുമെന്ന്. നിങ്ങൾ വലിയ കോടിക്കണക്കിന് ആൾ അതൊന്നും വേണ്ടാന്ന്. നിങ്ങൾ പല ആളുകളെ വീട്ടിലേക്ക് പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെയും കൊണ്ടിട്ടാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ഹുസൈൻ സാർ എന്നെയും കൂട്ടിയാണ് ഒരു വീട്ടിലേക്ക് പോകുന്നത്, എന്നെ ആ വീട്ടുകാരനെ അറിയില്ല, ഹുസൈൻ സാർ ആ വീട്ടുകാരനെ അറിയാം. ആ ഹുസൈൻ സാറ് പോയാൽ ഞാൻ എന്തെങ്കിലും പറയുന്ന സമയം അയാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കും. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഹുസൈൻ സാറെ എന്തിനാ ഹുസൈൻ സാറെ അയാളെയും തള്ളിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പോലെ എന്നറിയും. ഞാൻ പറയുന്ന ആൾ കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്ലി, ഏറ്റവും അടുത്ത ആളുകളോട് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഓര് ചോദിക്കുന്ന സംശയം, നിങ്ങൾ ചോദിക്കുന്ന സംശയമൊക്കെ ശരിയാണ്, പക്ഷെ അതെനിക്ക് അറിയില്ല, ഇനി ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ലീഡറെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്താൽ ഇതൊക്കെ തന്നെ 1-to-1 GTS ഒക്കെ തന്നെ ഇത് തുടക്ക സമയം ആളുകൾ ചെയ്യേണ്ടത്. നിങ്ങൾ വിജയിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾ വിജയിക്കും ഉറപ്പായിട്ടും. നിങ്ങൾ കുറേ ആളുകളെ മുമ്പിൽ പല ആളുകളെയും പ്രശ്നം എന്താ, കുറേ അങ്ങ് ഓടുന്ന സമയത്ത് ഇത് എനിക്ക് ശരിയാവില്ല സാറേ, ഇത് നിങ്ങളെ പറഞ്ഞോളൊന്നും എനിക്ക് റെഡിയാക്കാൻ പറ്റുന്നത്. വിജയിച്ച ആളുകൾ മുമ്പിലുണ്ടല്ലോ, 2,10,000 കിട്ടിയോലും ആഴ്ചയിൽ വരുമാനം വാങ്ങുന്നുണ്ട്, ഇതിൽ റാങ്ക് മാറും കാറ് വാങ്ങുന്നവരൊക്കെ ഉണ്ടല്ലോ. സത്യം പറയാണ്, എൻ്റെ ടീമിലെ എൻ്റെ ഓർഗ് 1-ൽ എൻ്റെ ഇൻകം സൈഡ് ഭാഗത്തുള്ള എല്ലാ RTC ആൻഡ് എബോവ് ലീഡേഴ്സും ഇന്ന് സ്വന്തം കാറിൽ സഞ്ചരിക്കുക. അത് ലേഡീസ് ആയിക്കോട്ടെ, അത് ജെൻസ് ആയിക്കോട്ടെ. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരു ഡിസ്കവർ ബൈക്ക് എനിക്കുള്ളത്, ഒരു പഴയ ഒരു 800 കാറും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഞാൻ ചെയ്ത കച്ചവടം മീൻ കച്ചവടം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എൻ്റെ കൂടെ എന്നോട് അസോസിയേറ്റ് ചെയ്ത STC ലീഡർ എല്ലാവരും വാങ്ങാത്തത് കൊണ്ടാണ് ഞാൻ STC പറയുന്നില്ല. RTC ആൻഡ് എബോവ് ലീഡേഴ്സ് ഒക്കെ ഇന്ന് സ്വന്തം കാറിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എല്ലാവരും. STCകൾ കുറെ വാങ്ങിച്ചു, ഞാൻ STCകളെ പറയാത്ത എല്ലാ STC ആയില്ല. അതുകൊണ്ടാണ് RTCന്റെ മേലെ എല്ലാ ആളുകളും സ്വന്തം കാറിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിട്ടുമോ എന്നറിയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുക. നിങ്ങൾ എല്ലാ ആളുകളും നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, വീട്ടിൽ ഹോം മീറ്റിംഗ് എടുക്കുക, ലീഡർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കുക. സാർ അതിക്ക് പഠിക്കണം, ഇതിക്ക് പഠിക്കണം, അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്താൽ നമുക്ക് വേഗത്തിൽ വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും. എന്തെങ്കിലുമൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയം ഒരുപാടായി. എന്തായാലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്രേറ്റ് ഇന്ന് ഏവർക്കും സുപരിചിതരായ സൂമിൽ നിറസാന്നിധ്യമായ നമ്മളെയൊക്കെ മെൻറ്ററും, ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് മേഖലകളിൽ ആയുർവേദ, ഇജാം, അക്യുപ്രഷർ, പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മേഖലയും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിച്ച് ഇന്ന് കമ്പനിയുടെ ഞങ്ങൾ നേരത്തെ ധാരാനി ഉസ്താദ് ഞാൻ വിളിച്ച് അങ്ങനെ ധാരാനി ഉസ്താദ് എന്നുള്ളത് ധാരാനി സാർ എന്നായി ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് അംഗം, കമ്പനി നടത്തുന്ന പുതിയ ആളുകളായി വന്നിട്ട് ഇന്ന് കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലേക്കും, അഡ്വൈസറി ബോർഡ് ആകുന്ന സമയത്ത് ഇനി ഏതൊരു ഉൽപ്പന്നങ്ങൾ വന്നാലും ഇവരെ കൈകളിലേക്ക് ആദ്യം വരും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടാണ് തീരുമാനിക്കുക. അത്ര ലെവലിലേക്ക് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്വൈസറി ബോർഡ് അംഗത്തിൽപ്പെട്ട നമ്മുടെ ധാരാനി സാറിനെ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ധാരാനി സാർ.